കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സാധാരണ ദന്തക്ഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏറ്റവും പ്രധാനമായി കണ്ടുവരുന്നതും നാം ശ്രദ്ധിക്കേണ്ടതും പ്രാരംഭ ശൈശവകാല ദന്തക്ഷയം, ഏർലി ചൈൽഡ്ഹുഡ് കാരീസ്. ഇതിന് ഫീഡിംഗ് ബോട്ടിൽ സിൻഡ്രം അഥവാ നേഴ്സിംഗ് ബോട്ടിൽ കാരീസ് എന്നും പറയാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ പാലോ കുറുക്കോ മുതലായ ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കുമ്പോൾ മേൽത്താടിയിലെ മുൻനിരയിലെ പല്ലുകളെയും കീഴ്ത്താടിയിലെ അണപ്പല്ലുകളെയും ഇത് ക്രമേണ പാലിൻ്റെ പാട രൂപം കൊള്ളുകയും അതിൽ മധുരത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ബാക്ടീരിയയുടെ പ്രവർത്തനത്താൽ ഈ പല്ലുകൾ ദ്രവീകരിച്ച് പോവുകയുമാണ്. എന്നാൽ കീഴ്ത്താടിയിലെ മുൻവരിയിലെ ഉളിപ്പല്ലുകൾ ഇതിൽ നിന്നും മുക്തി പ്രാപിക്കുന്നത് കാണാം. എന്തെന്നാൽ നാവ് കൊണ്ട് കുഞ്ഞിൻ്റെ ആഹാര സമയത്ത് നാവ് ഈ പ്രതലം മൂടി വെക്കുന്നതാണ് കാരണം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് കാണാം, പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മുൻവരിയിലെ പല്ലുകളുടെ കറുപ്പ് ബ്രൗൺ നിറത്തിലുള്ള ദന്തക്ഷയം വളരെ മുമ്പേ തന്നെ പല്ലുകൾ ദ്രവിച്ച് കുറ്റികൾ മാത്രമാവുന്ന അവസ്ഥ. കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾ അഥവാ ക്ഷീരദന്തങ്ങൾ വളരെ മുമ്പേ തന്നെ നശിച്ചു പോവുകയാണെങ്കിൽ ഇവ സ്ഥിരം പല്ലുകൾ മുളയ്ക്കുന്നതിന് തടസ്സമായി വരികയോ മാത്രവുമല്ല വളരെ മുമ്പേ തന്നെ ക്ഷീരദന്തങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പല്ല് മുളച്ചു വരേണ്ട സ്പേസിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുകയും ഒന്നുകിൽ പല്ലുകൾ മുളയ്ക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ വരുന്ന പല്ലുകൾ വശം മാറി ചരിഞ്ഞോ കറങ്ങിയോ മുൻപോട്ടോ പിറകോട്ടോ ആയി വരാവുന്നതാണ്. കൂടാതെ തന്നെ ഈ പല്ലുകൾ ഉള്ളിൽ അഥവാ കുടുങ്ങിപ്പോവുകയാണെങ്കിൽ കുടുങ്ങിപ്പോകുന്ന പല്ലുകളിൽ നിന്നും ചിലപ്പോൾ ദന്തസംബന്ധിയായ ചില സിസ്റ്റുകളും കൊണ്ടേക്കാം. ശൈശവകാലത്ത് കുഞ്ഞുങ്ങളുടെ പല്ല് മുളയ്ക്കുന്നതായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് ഇറപ്ഷൻ ജിഞ്ചിവൈറ്റിസ് അഥവാ ഇറപ്ഷൻ സെക്വസ്ട്രം ബുദ്ധിമുട്ടിയുള്ള പല്ല് മുളയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതിനെ നാം നന്നായി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എന്തെന്നാൽ ഈ സമയത്ത് കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ പലപ്പോഴും കുഞ്ഞുങ്ങളാകുമ്പോൾ ഇഴയുന്ന പ്രായമായിരിക്കാം. ചിലപ്പോൾ വൃത്തിയാവാത്ത വിരലുകളോ കളിപ്പാട്ടങ്ങളോ നേരിട്ട് വായിലേക്ക് വെക്കുകയും ആ ഭാഗത്ത് ഇൻഫെക്ഷൻ അഥവാ അണുസംക്രമണം ഉണ്ടാവുകയും വയറിളക്കം, ഛർദിൽ മുതലായുള്ള കാരണങ്ങൾ മുതലായതിലേക്ക് കാര്യങ്ങൾ നീണ്ടേക്കാം. പിന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് റാമ്പൻറ്റ് കാരീസ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ പല്ലുകളുടെ ദ്രവീകരണം സംഭവിക്കുകയും പല്ലിൻ്റെ ഇനാമലിനെയും ഡെൻറ്റിനെയും ദ്രവിപ്പിച്ച് ഡെൻ്റൽ പൾപ്പിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് തന്നെ വായുടെ പല ഭാഗങ്ങളിലേക്കും ഈ ദന്തദ്രവീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതും ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. മറ്റൊന്ന്, മോണരോഗങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് അക്യൂട്ട് സ്ട്രെപ്റ്റോകോക്കൽ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു മോണരോഗം കൃത്യമായി കാണാറുണ്ട്. അക്യൂട്ട് ഹെർപ്പറ്റിക് ജിഞ്ചൈവോസ്റ്റൊമറ്റൈറ്റിസ് ഇത് പല കുഞ്ഞുങ്ങളിലും കാണുന്നു. കൃത്യമായി ചികിത്സ നാം കൊടുക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടാൽ ഒന്നുകിൽ സാധാരണ ഒരു ഡെൻറ്റിസ്റ്റിനെയോ കുട്ടികളുടെ ദന്ത ചികിത്സകനെയോ കാണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വേദനയും പല്ല് ദ്രവിച്ചു പോയതിനു ശേഷം വേദനയും നീരും ഉള്ളിലേക്ക് വ്യാപിക്കുകയും ഇത് വേരിൻ്റെ അറ്റത്തു നിന്നും ഈ അണുസംക്രമണം ഉള്ളിലേക്ക് വ്യാപിച്ച് മുഖത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള സ്പേസിലേക്ക് ബാധിക്കുകയും ഇതൊരു സ്പേസ് ഇൻഫെക്ഷനായോ താടിയെല്ലിൻ്റെ മജ്ജയെ ബാധിക്കുന്ന ഓസ്റ്റിയോമൈലൈറ്റിസായോ മാറാം. സ്പേസ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ വിവിധ ഘട്ടങ്ങളിലുള്ള സ്പേസ് ഇൻഫെക്ഷൻ ഞങ്ങളുടെ ഡെൻ്റൽ ടെർമിനോളജി പരിശോധിക്കുകയാണെങ്കിൽ സബ് മെൻ്റൽ സ്പേസ് ഇൻഫെക്ഷൻ, സബ് മാൻഡിബുലാർ, ഇൻഫ്രാ ഓർബിറ്റൽ, ബക്കൽ, ഈ സ്പേസ് ഇൻഫെക്ഷൻ കൂടാതെ ഏറ്റവും മോശകരമായി തീരാവുന്ന ഒരുപക്ഷെ മരണം തന്നെ സംഭവിക്കാവുന്ന ലുഡ്വിഗ്സ് അഞ്ചൈന എന്ന് പറയുന്ന സ്പേസ് ഇൻഫെക്ഷൻ വരെ ഉണ്ടാകാം. അതിനാൽ
പ്രാരംഭ ദശയിൽ തന്നെ ദന്തദ്രവീകരണവും ദന്തക്ഷയവും ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. സാധാരണയായി ഇനാമലിനെ മാത്രം ബാധിക്കുന്ന ദന്തക്ഷയമാണെങ്കിൽ നമുക്ക് പല്ലിൻ്റെ തന്നെ നിറമുള്ള ഏതെങ്കിലും എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് മെറ്റീരിയൽ കൊണ്ട് ഒന്ന് അത് അടച്ചെടുക്കുകയോ സംരക്ഷിക്കുകയോ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു കോട്ടിങ് മാത്രം കൊടുക്കാം. ഇനാമൽ കഴിഞ്ഞ് ഡെൻറ്റിനിലേക്കൂടെ ആയിക്കഴിഞ്ഞാൽ അതും നമുക്ക് ചികിത്സയ്ക്ക് വിധേയമാക്കാം. ഒരു പക്ഷേ ഡെൻ്റൽ പൾപ്പിനെ ബാധിച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പൾപ്പോട്ടമി, പൾപ്പെക്ടമി, കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്ന RCT എന്നീ ചികിത്സകൾക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് വിധേയമാക്കാം. എപ്പോഴും പാൽപ്പല്ലുകളെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ സ്ഥിരംപല്ലിൻ്റെയും താടിയല്ലിൻ്റെയും തദ്വാര തലച്ചോറിൻ്റെയും വികാസത്തിനും ഘടനയുടെയും ശരിയായ രൂപീകരണത്തിനും വളർച്ചയ്ക്കും ക്ഷീരദന്തങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്.